ആഹാ, ചേച്ചി ആകെ സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ജയിച്ചത് ഞാനല്ലേ? എന്റെ മുമ്പിൽ ആ ഹിറ്റ്ലർ തോറ്റ് തൊപ്പിയിട്ടു. എന്നെ കൊണ്ട് ഒരു കാര്യം സാധിക്കില്ല എന്നല്ലേ എല്ലാരും പറയുന്നേ. എന്നാ അതങ്ങനെയല്ലാന്ന് ഒരിക്കൽ കൂടി ഞാൻ തെളിയിച്ചു. എന്നുവെച്ചാ ആർക്കും സാധിക്കാത്തത് ചെയ്തിട്ടാ നിന്റെ ഈ ചേച്ചി വന്നിരിക്കുന്ന. അയ്യോ എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ സസ്പെൻസ് ഇടാതെ കാര്യം എന്താന്ന് പറ. ദാ നോക്ക്, 10,000 രൂപയുണ്ട്. എന്റെ ഈശ്വര, എവിടുന്ന ഇത്രയും രൂപ? നിന്റെ കേക്കിന്റെ കാശ് തന്നെയാ ആ ഹിറ്റ്ലർ തന്നതാ. അപ്പൊ ചേച്ചി അവിടെ പോയോ? പിന്നെ പോവാതെ അയാളുടെ റെസ്റ്റോറന്റിൽ പോയി കണക്ക് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു. ഞാൻ ആരാ മോള്? പിടിക്കും. അയാൾ ഇത്രയ്ക്ക് പൊട്ടനാണോ? മുഖത്ത് തേച്ച കേക്കിന് ആരെങ്കിലും കാശ് കൊടുക്കോ? അത് മാത്രല്ലല്ലോ, അയാളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ മുഴുവൻ ചേച്ചി അലമ്പാക്കിയില്ലേ. എന്നിട്ടും അയാൾ ചേച്ചിക്ക് കാശ് തരണമെങ്കിൽ ഒന്നുകിൽ അയാൾ അത്രയ്ക്ക് മണ്ടനായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ചേച്ചി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി കാണും. സത്യം പറ ചേച്ചി, ഇതിലേതാ സംഭവിച്ചേ? ഇത് ഞാൻ ആ ഹിറ്റ്ലറുടെ കുത്തിന് പിടിച്ചു നിർത്തി വാങ്ങിച്ചതാ. എന്റെ ഈശ്വരാ, ഈ ചേച്ചിയുടെ ഒരു കാര്യം. കേക്ക് തേച്ചത് അയാളുടെ മുഖത്തല്ലേ, അപ്പൊ കാശോ അയാൾ തന്നെ തരണം. ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ ഈ ചേച്ചിയെ കൊണ്ട് നടക്കാത്തതായിട്ട് ഒന്നുമില്ലാന്ന്? ഞാൻ സമ്മതിച്ചെന്നേക്കുന്നു. യു ആർ ഗ്രേറ്റ് ചേച്ചി. ഇത് നീ എന്നോടല്ല, മമ്മിയോട് വേണം പറയാൻ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ലാന്ന് പറയരുതെന്നും പറയണം. അമ്മയുടെ കാര്യം ചേച്ചിക്ക് അറിയില്ലേ? തോന്നുന്നൊക്കെ വിളിച്ചു പറയും. അല്ലാതെ എന്റെ ചേച്ചിയോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷെ ഇത് കേൾക്കുമ്പോ അമ്മയ്ക്ക് സന്തോഷാവും. അത് മാത്രമേ ഈ ചേച്ചിയുടെ ആഗ്രഹം. നിങ്ങളെല്ലാവരും എപ്പോഴും സന്തോഷായിട്ടിരിക്കണം. അത് കണ്ടാ മതി ഈ ചേച്ചിക്കും സന്തോഷവും. ചേച്ചി, പലപ്പോഴും എനിക്ക് വേണ്ടി അമ്മയുടെ വഴക്ക് കേൾക്കുന്നത് നീയല്ലേ? എനിക്കറിയാം, ഈ ലോകത്ത് എന്നെ ഏറ്റവും മനസ്സിലാക്കുന്നതും എനിക്ക് വേണ്ടി ഒരുപാട് സഹിക്കുന്നതും നീ ഒരാളാണെന്ന്. ചേച്ചി ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ സന്തോഷത്തെക്കാൾ വലുതായിട്ട് ഈ ചേച്ചിക്ക് ഒന്നുമില്ല. അത് നീ ഒന്ന് മമ്മിയോടും പറയണം. ഇത് കൊള്ളാല്ലേ? കൊള്ളൂല. എല്ലാം വലിയ വീട്ടിലെ കുട്ടികളാണ് മേഡം. ആഹാ, ഇതെല്ലാം നല്ല പെൺകുട്ടികളാണല്ലോ. ഇതാണോ നല്ല പെൺകുട്ടികൾ? നല്ല കണ്ണ്. ഈ കുട്ടി കൊള്ളാം. ഈ ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കി. ഇത് കലക്കും. കണ്ടാ തന്നെ അറിയാം DK സാറിന്റെ സൗന്ദര്യത്തിനും തലയെടുപ്പിനും നല്ല ചേർച്ചയായിരിക്കും. എന്താ ഇവിടെ? കണ്ടു തീർന്നില്ലേ ഇതുവരെ? അതോ കൈനോട്ടക്കാരന്റെ തത്ത ചീട്ടെടുക്കും പോലെ ഫോട്ടോയിൽ നോക്കി നിൽക്കുകയാണോ? എവിടെ നോക്കട്ടെ. ഇതാ 1-2 കൊള്ളാം, ബാക്കിയൊക്കെ ആവറേജ് താഴെയാ. ഈ കൊച്ചു കൊള്ളാം. സൂപ്പറുമായ ചേച്ചി. നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? ആവശ്യമില്ലാത്തടത്ത് കയറി അഭിപ്രായം പറയാൻ നിൽക്കരുത്, മനസ്സിലായോ? വയ്ക്കോ. പിന്നെ ഞാനൊന്ന് കണ്ട ആകാശം ഇടിഞ്ഞു വീഴാൻ പോവല്ലേ? ദാ വച്ചോ. കാണാൻ കൊള്ളാവുന്ന ഒറ്റ എണ്ണം പോലും ഇല്ല ഇതിനകത്ത്.
കമ്പ്യൂട്ടറിനകത്ത് കയറ്റി ഫോട്ടോഷോപ്പ് ചെയ്ത് വെളുപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോകളാ ഇതെല്ലാം. ഇതിനെയൊക്കെ നേരിട്ട് കാണുമ്പോ DK ചീത്ത വിളിച്ചു കൊല്ലാതിരുന്ന ഭാഗ്യം. മായച്ച പറഞ്ഞ സത്യം തന്നെയാ. ഏത് കരിക്കട്ട പോലിരിക്കുന്ന പെണ്ണിനെയും കമ്പ്യൂട്ടറിൽ കയറ്റി നയൻതാരെ പോലെ ആക്കാൻ പറ്റും. ഇതൊന്നും വേണ്ട, വേറെ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ താൻ കൊണ്ടുപോവാ. ഇതെല്ലാം നല്ല ഭംഗിയുള്ള കുട്ടികളാ മാഡം. പിന്നെ ജാതക ചേർച്ച നോക്കണമല്ലോ. മതി. എല്ലായിടത്തും ചെന്ന് നിങ്ങൾ പറയുന്ന തന്ത്രങ്ങളൊന്നും ഇവിടെ ഇറക്കണ്ട. പെണ്ണ് നോക്കേണ്ടത് അമരാവതിയിലെ DKക്കാണ്. അമരാവതിയിലെ മരുമകളാകാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഈ കൊണ്ടുവന്ന കൂട്ടത്തിലുണ്ടോ? തന്നെ ഏൽപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നല്ല ബയോഡേറ്റയും കൊണ്ട് വരാവൂന്ന്. ആന്റിമാരെ അല്ല, 20 വയസ്സുള്ള സുന്ദരി കുട്ടിയെയാ DKക്ക് വേണ്ടി ഞങ്ങൾ അന്വേഷിക്കുന്നത്. DKക്ക് വേണ്ടി ഞങ്ങൾ കണ്ടെത്തുന്ന പെൺകുട്ടി ഒരു രാജകുമാരി തന്നെ ആയിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. കുടുംബ മഹിമയും വേണം, അന്തസ്സും ആഭിജാത്യവും വേണം. സ്വഭാവ മഹിമയിൽ മറ്റെല്ലാവർക്കും മുൻപിൽ നിൽക്കുന്ന പെൺകുട്ടി ആയിരിക്കണം അവൾ. ശരി മാഡം. അത് മാത്രമല്ല, DK സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയണം. അല്ല ചിത്ര? അതെ അതെ. എന്നുവെച്ചാൽ എല്ലായിടത്തും നടക്കുന്ന കല്യാണം പോലെ അല്ല ഇത്, മനസ്സിലായോ? എല്ലായിടത്തും അമ്മായിയമ്മമാർ മരുമക്കളെ കണ്ടുപിടിക്കും. പക്ഷെ ഇവിടെ അമ്മായിയമ്മയെ ഞങ്ങൾ മരുമക്കളെ കണ്ടുപിടിക്കും. മതി വിവരണം. മോതിരം ഉണ്ടാക്കാൻ വേണ്ടി ആര് രത്നങ്ങൾ മുറിക്കാറില്ല. രത്നങ്ങൾക്കനുസരിച്ച് മോതിരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായി മാഡം. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് DK ചേരുമോ എന്നല്ല, DKയുടെയും അമരാവതിയുടെയും അന്തസ്സിന് ചേർന്ന ഒരു പെൺകുട്ടിയെ കിട്ടുമോ എന്നാണ് താൻ അന്വേഷിക്കേണ്ടത്. മാഡം പറഞ്ഞ രീതിയിലുള്ള പെൺകുട്ടിയെ ഞങ്ങളുടെ ടീം ഉടനെ തന്നെ കണ്ടെത്തും. 15 ദിവസം മാത്രമേ സമയമുള്ളൂ, അത് ഓർമ്മ വേണം. ഈ കാര്യം ഞങ്ങൾ ഏറ്റു മാഡം. നല്ല പെൺകുട്ടികളുടെ ബയോഡേറ്റയുമായി ഞാൻ ഉടനെ തന്നെ വരും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങേണ്ട വേണം. അയാളുടെ പൊടി പോലും ഇനി ഈ വഴിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെ മാത്രം ആശ്രയിച്ചിരുന്നാ ഒന്നും നടക്കില്ല. നമ്മൾ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങിയേ പറ്റൂ. ഈ നാട് മുഴുവൻ തെരഞ്ഞാലും വേണ്ടില്ല, DKക്ക് ചേർന്ന ഒരു പെണ്ണിനെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ ഒരു പെണ്ണ് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും ആർക്കറിയാം. ആ കേക്കിന്റെ കാശ് വാങ്ങാൻ നിന്നോട് അവിടെ പോകാൻ ആരടി പറഞ്ഞേ? എന്താടി നിന്റെ വായിൽ നാവില്ലേ? എന്റെ അനിയത്തി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കേക്കിന്റെ പണം ഞാൻ എന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? പിന്നെ എന്റെ മമ്മിയെ അപമാനിച്ച അത് ഏത് ഹിറ്റ്ലർ ആയാലും ശരി, എന്റെ പെരുമാറ്റം ഇങ്ങനെ തന്നെയായിരിക്കും. എന്തു പറഞ്ഞാലും നിനക്ക് എന്തെങ്കിലും ന്യായീകരണങ്ങൾ ഉണ്ടല്ലോ. ഇതിനൊക്കെ നീ അനുഭവിക്കും. ചേച്ചി, ചേച്ചിയുടെ ഫോണ്. ചേച്ചി ഓഡീഷന് ഫോട്ടോ അയച്ചില്ലേ, ആ സിനിമയുടെ ആൾക്കാരാ. അവർക്ക് ചേച്ചിയോട് സംസാരിക്കണമെന്ന്. സംസാരിക്കേ. ഹലോ സർ. ആ അതെ, ജ്യോതിയാ. ഞാൻ അയച്ചിരുന്നു. ഒരു സിനിമാ നടിയും കൂടെ അയച്ചാ മതി, പിന്നെ നിലത്തെങ്ങും ആയിരിക്കത്തില്ല. നിനക്ക് തല്ലി കിട്ടേണ്ടത്. നീ എന്തിനടി ഫോൺ അവക്ക് കൊടുത്തേ? ഇത്രയും കുശുമ്പ് പാടില്ലമ്മേ. എന്റെ ചേച്ചി സിനിമയിൽ അഭിനയിക്കുന്നത് എനിക്ക് കുറച്ച് അഭിമാനം തന്നെയാ. അമ്മയ്ക്ക് അസൂയ. എത്ര പറഞ്ഞു കൊടുത്താലും ഈ പെണ്ണിന്റെ തലയിൽ കയറില്ല. ചേച്ചി കഴിഞ്ഞേ ഉള്ളൂ അവർക്ക് ആരും. ഈ രക്തബന്ധത്തിന് ഇത്രയും ശക്തിയുണ്ടോ? കടുപ്പം തന്നെ. അതെ സർ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ഉറപ്പാ, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും. സാർ എനിക്ക് ഒരവസരം തന്നു നോക്ക് പ്ലീസ്. ഓക്കെ സർ, താങ്ക് യു. ചേച്ചി അവരെന്താ പറഞ്ഞേ? ചേച്ചിക്ക് വേഷം കിട്ടോ? അതറിയില്ല, എന്നാലും ഓഡീഷനിൽ പങ്കെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ചേച്ചി എന്താ പറഞ്ഞേ? ചെല്ലാന്ന് പറഞ്ഞില്ലേ? അതിന് ഇവളവിടെ ചെന്നിട്ട് എന്തെടുക്കാനാ? ഇവളെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. അമ്മേ, വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലാതെ നന്നായിട്ടൊരു കാര്യം ഇവൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? അഭിനയിക്കാനെന്നും പറഞ്ഞു പോയിട്ട് അവിടെ ചെന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയ ഞാൻ വന്ന സമാധാനം പറയണ്ടേ?
എന്നെ അതിന് കിട്ടില്ല. അമ്മയ്ക്കിത് എന്തിന്റെ സൂക്കേടാ? എന്തിനാ എപ്പോഴും ചേച്ചി എന്നെ കുറ്റം പറയുന്നേ? മമ്മി എന്നെ ഒന്ന് വിശ്വസിക്ക. അവിടെ പോയി ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. ഇത് തന്നെയാ നീ ഓരോ തവണയും പറയുന്നേ. എന്നിട്ട് അവസാനം എല്ലാം കുഴപ്പത്തിലാക്കുകയും ചെയ്യും. മര്യാദയ്ക്ക് അടങ്ങി വീട്ടിലിരിക്കുന്നതാ നിനക്ക് നല്ലത്. അമ്മ ഒന്ന് പോയേ, ഇത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അയ്യേ, ചേച്ചിതൊന്നും കാര്യമാക്കണ്ട. എനിക്ക് ഉറപ്പുണ്ട്, ചേച്ചിക്ക് ഉറപ്പായിട്ട് ഈ ഓഡിഷൻ കിട്ടും. ആ അതിരിക്കട്ടെ, എന്താ വേഷം എന്ന് പറഞ്ഞോ? ആ പറഞ്ഞു, ശ്രീരാമന്റെ ഭാര്യ സീതയുടെ വേഷം എന്നാ പറഞ്ഞേ. ആ അടിപൊളി. ആ വേഷത്തില് ചേച്ചി കലക്കും. അതെ, നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം പോവാൻ. നമുക്ക് അവരൊന്ന് ഞെട്ടിക്കണം. ഓക്കെ ഓക്കെ. അമ്മ, മമ്മി പറഞ്ഞത് കേട്ടോ? എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന്. എനിക്കത് മാറ്റിയെടുക്കണം അമ്മ. അമ്മ എന്റെ കൂടെ നിൽക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശ്രീരാമന്റെ ഭാര്യ സീതയായിട്ടാ ഞാൻ അഭിനയിക്കാൻ പോകുന്നേ. എന്തിനമ്മ നേരത്തെ എന്നെ വിട്ടുപോയത്? ഇല്ലെങ്കിൽ നാളെ എനിക്ക് അമ്മയും കൂട്ടി ഓഡീഷന് പോവായിരുന്നല്ലോ. ദേ, ഓഡീഷൻ എന്റെ കൂടെ നിന്നേക്കണം കേട്ടോ. എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാൻ എനിക്ക് അമ്മയുടെ അനുഗ്രഹം വേണം. അമ്മേ, അമ്മേ, ഞങ്ങൾ എവിടെയെല്ലാം നോക്കി. എന്തിനാ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നെ? അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. 15 ദിവസം എന്ന് പറഞ്ഞ 360 മണിക്കൂർ മാത്രം. അതിനിടയിൽ അവൻ പറഞ്ഞ പോലെ ഒരു കല്യാണം. അമ്മ അതൊന്നും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. അതിനു വേണ്ടതെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. DK പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഈ കല്യാണം നമ്മൾ നടത്തും. അമ്മേ, 7 മാട്രിമോണിയൽസിൽ നിന്നായി ഏറ്റവും നല്ല 10 പെൺകുട്ടികളുടെ പ്രൊഫൈൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാളെ ഞങ്ങൾ അവരെ ഇന്റർവ്യൂ ചെയ്ത് അതിൽ നിന്ന് DKക്ക് പറ്റിയ ഒരാളെ തന്നെ കണ്ടെത്തും. അല്ലേ താരെ? ആ അതെ അതെ. സംശയം ഉണ്ടെങ്കിൽ അമ്മയും നാളെ ഞങ്ങളുടെ കൂടെ പോന്നുള്ളൂ. അത് വേണ്ട, നിങ്ങൾ തന്നെ സെലക്ട് ചെയ്താൽ മതി. നിങ്ങളെ എനിക്ക് വിശ്വാസം. നിങ്ങൾ എന്ത് ചെയ്താലും അതെന്റെ മോന്റെയും ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്ന് ഈ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം തന്നെയാ എന്റെയും തീരുമാനം. ചിത്ര, നീ ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ ഞാൻ കേൾക്കാൻ പാടില്ലാത്തൊരു കാര്യം? ഇതങ്ങനെ കേൾക്കാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. എന്റെ മുഖത്തൊരു ക്രീം ഇട്ടിരുന്ന കാര്യം. നീ വാടി, വാ. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായോ? ഇക്കാര്യത്തിൽ നീ എന്നെ സഹായിച്ചേ പറ്റൂ. അത് വേണോ താരേച്ചി? ആരെങ്കിലും അറിഞ്ഞാൽ അത് വലിയ കുഴപ്പമാവും. ആരും ഒന്നും അറിയില്ല. അതിനു വേണ്ടതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ സമയത്ത് നീ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മാത്രം മതി. അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷേ പിന്നീട് അതിന്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാ അതിന്റെ ഉത്തരവാദിത്തം തന്നെ താൻ ഏറ്റോണം. എനിക്കത്രേ പറയാനുള്ളൂ. അതൊക്കെ ഞാൻ ഏറ്റു. നീ ചെല്ലേ, ഞാൻ അവളെ ഒന്ന് വിളിച്ച് വിവരം പറയട്ടെ. ശരി, എന്താന്ന് വെച്ചാ ചെയ്യും.
ഹലോ താരീജി, എന്തായി കാര്യങ്ങള്? എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെ നീ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മാത്രം മതി. അമരാവതിയിലെ മരുമകളായി നീ തന്നെ വന്നാലേ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അതുപോലെ നടത്താൻ കഴിയും. DKയുടെ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് 100 വട്ടം സമ്മതമാ. ഞാൻ ആ വീട്ടിന്റെ മരുമകളായിട്ട് വന്ന പിന്നെ താരീച്ചിയുടെ കയ്യിലായിരിക്കും അമരാവതിയുടെ ഭരണം. നാളത്തെ ഇന്റർവ്യൂവിൽ ഞാൻ ഗംഭീരമായിട്ട് എന്നെ പെർഫോം ചെയ്യും. അത് മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ താരീച്ചി, ഗുഡ് നൈറ്റ്. അമരാവതിയിലെ മരുമകൾ, DKയുടെ ഭാര്യ, ആ പദവി എനിക്ക് വേണം. മതി പേപ്പർ തിന്നത്. നീ എന്താ ആചാരതി കാണിക്കുന്നത്? ആ പത്രം വന്നേ. രാവിലെ എന്തെങ്കിലും ലോകവിവരം അറിയണേ പത്രം വായിക്കണ്ടേ? അതെങ്ങനെ പോത്തിനോട് ഏത്ത വഴിയുടെ ഗുണം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ അതെ, ഞാൻ പോത്ത് തന്നെയാ. പക്ഷെ ലോക വിവരം മൊത്തം അറിയുന്ന നിങ്ങള് ഈ കുടുംബത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മറന്നു പോവാ. നിങ്ങളുടെ ഈ നശിച്ച മറവി രോഗം കാരണം ഈ കുടുംബം മുടിയും. നീ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറ. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് എത്ര ആവർത്തി പറഞ്ഞതാ, എന്നിട്ട് നിങ്ങൾ അവളോട് പോണ്ടെന്ന് പറഞ്ഞോ? ആര് എവിടെ പോന്ന കാര്യം നീ പറയുന്നത്? ഓ എന്റെ ദൈവമേ, ഈ മനുഷ്യന്റെ ഒരു കാര്യം. നിങ്ങളുടെ മോള് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന കാര്യമാ ഞാൻ ഈ പറഞ്ഞത്. ആ നാണം കെട്ട ജോലിക്ക് ഈ വീട്ടിൽ നിന്ന് പോവാൻ പറ്റത്തില്ല. അല്ല, ഈ സീതാവേഷം ചെയ്യുന്നത് അത്രയ്ക്ക് നാണക്കേടാണോ ആചാരത? പിന്നെ സീതയായിട്ട് അഭിനയിക്കാൻ പോന്നു. പ്രായം ഇത്രയായിട്ട് നേരെ ചൊവ്വെ തട്ടാതെ മുട്ടാതെ നടക്കാൻ പോലും അറിയാത്തവളാ ഇനി സിനിമയിൽ അഭിനയിക്കാൻ പോന്നെ. അവളുടെ ആഗ്രഹം അതാണെങ്കിൽ അതിന് നമ്മൾ അനുവദിക്കുന്നതല്ലേ ആചാരത നല്ലത്? ആ അങ്ങനെ പറഞ്ഞോട് കച്ച, ഈ അമ്മയ്ക്ക് അസൂയ. അഹങ്കാരം പറഞ്ഞാണ്ടല്ലോ ഒറ്റ വീക്ക് വെച്ച് ഞാൻ പറഞ്ഞേക്കാം. ഇവൾ ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യുന്ന ദിവസം കാക്ക മലന്ന് പറക്കും. മതി ആചാരതേ, മോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ. മമ്മി, നിങ്ങളാരെയും മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. സങ്കടപ്പെടണ്ട മോളെ, നീ ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥമായിട്ടാണെന്ന് ഈ അച്ഛനറിയാം. സംഭവിച്ചൊന്നും നിന്റെ കുഴപ്പം കൊണ്ടല്ലോ. നിനക്ക് അഭിനയിക്കാനൊരു അവസരം കിട്ടുന്നത് അച്ഛന് സന്തോഷമുള്ള കാര്യം തന്നെ. ചേച്ചി, സീതയുടെ ഡ്രസ് ഓർണമെന്റ്സ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വന്നിട്ടേ അതിട്ട് നമുക്കൊരു കലക്ക് കലക്കണം. വേഗം പോയിട്ടോ. ഒരു 8:30 കട്ടിക്ക് പ്രാർത്ഥിച്ച് കോൺഫിഡന്റ് ആയിട്ട് പോയിക്കോ, എല്ലാം ശരിയാവും. ശരി അച്ഛ, പോയിട്ട് വരാവേ. ചാറ്റ പറഞ്ഞു വിട്ടു. പക്ഷെ ഒടുവിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോ പഠിച്ചോളും അച്ഛനും മോളും. കുത്തിരുന്ന് ബാക്കി കൂടെ തിന്നും. പിന്നല്ല. എന്താ കൊച്ചി കാണിച്ചേ? ചേട്ടൻ പേടിക്കണ്ട, എന്റെ സ്കൂട്ടറിനൊന്നും പറ്റിയില്ല. അയ്യോ, ചേട്ടൻ എന്തിനാ ഹിറ്റ്ലറെ പോലെ ഇങ്ങനെ നോക്കുന്നേ? വണ്ടി ആവുമ്പോ ചിലപ്പോ തട്ടും മുട്ടും, പിന്നെ ചിലപ്പോ ഇങ്ങനെ വീണെന്നും വരും. രാവിലെ എനിക്ക് പണിയുണ്ടാക്കി വെച്ചല്ലോ കൊച്ചേ.
കലിപ്പില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. രക്ഷപ്പെട്ടു. എന്തിനാ കൊച്ചെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പൊയ്ക്കൂടെ? ചേട്ടൻ മേടിക്കണ്ട, ഞാൻ എന്തായാലും നഷ്ടപരിഹാരം ഒന്നും ചോദിക്കില്ല. ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ എന്റെ പൊന്നു കൊച്ചെ വേണ്ട, നീ പൊയ്ക്കോ, എല്ലാം ഞാൻ ശരിയായിക്കോളാം. നിന്നെ കൊണ്ട് പറ്റുന്ന പണി അല്ലത്. ഈശ്വരാ, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഇയാളും കൂടി പറഞ്ഞല്ലോ. അതെ, കൂട്ടത്തിൽ എന്റെ സ്കൂട്ടർ ഉടനെ എടുത്ത് വെച്ചേക്കണേ. എന്ത് പറ്റി മോനെ? എന്താ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അമ്മ കണ്ടില്ലേ, പൂച്ച കുറുക്കിയാടും പോലെ ആ പെണ്ണ് കുറുക്കിയാടിയത്. പെണ്ണോ? ഏത് പെണ്ണോ? ദേ നോക്ക്, കണ്ടില്ലേ കുണുങ്ങി കുണുങ്ങി പോകുന്നത്? ആ വട്ട് പെണ്ണ്, ബേക്കറിക്കാരി.